ഞാൻ ഷൂട്ട് ചെയ്തതിൽ എനിക്ക് വൺ ഓഫ് ദ ഏറ്റവും എൻജോയ് ചെയ്ത് അഭിനയിച്ച ഒരു സിനിമയാണ് പടക്കളം. കാര്യം ഒന്ന് ഞങ്ങൾ നാലുപേര് ഭയങ്കര കമ്പനിയായി. ഇതോടെ ഞങ്ങൾ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളുടെ ഇടയിൽ എല്ലാവരുടെയും വന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ സീന് തൊട്ട് മുന്നേ വരെ ഞങ്ങൾ ചിരിച്ച് മറിഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കും മനു വന്ന് എടാ സീനെ ചിരിക്കല്ലേ, ഷോട്ട് എടുക്കട്ടെ, ഓക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ നമ്മളൊന്ന് നിന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര എൻജോയ് ചെയ്ത സെറ്റാണ്. പിന്നെ മനു ആണെങ്കിലും മനു നമ്മുടെ സെയിം ഏജാണ്. അപ്പം ഒരു ഡയറക്ടർ എന്നുള്ളില്ല, അവൻ്റെ പുതിയ പടമാണ്, നമ്മുടെ സെയിം ഏജ് ആണ്. ഞങ്ങൾക്ക് ആ ഫ്രീഡം ഉണ്ട്, ഒരേ വൈബാണ്. ഞങ്ങൾക്ക് അങ്ങനെ പറയാം അത് വേണ്ട നമുക്ക് ഇത് പിടിക്കാം, അപ്പൊ എന്നാ അങ്ങനെ പിടിച്ചു. ആ ഒരു ഇത് കാരണം തന്നെ നമുക്ക് ഭയങ്കര ഇൻപുട്സ് തരാനും എല്ലാം എളുപ്പമായിരുന്നു. അതുകൊണ്ട് വർക്കായി തോന്നുന്നു. സന്ദീപ് പ്രദീപ് നമ്മുടെ കൂടെ. സന്ദീപ്, പടക്കളം കണ്ട് തിയേറ്ററിൽ ആളുകൾ ചിരിച്ച് ബഹളം വെച്ച് മേളം വെച്ചാണ് ഇറങ്ങുന്നത്. എന്താ കിട്ടുന്ന റെസ്പോൺസ്? ഇത് തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് സിനിമ. കൂടുതലും ഷറഫക്കേനെ, സുരാജേട്ടൻ്റെ പഴയ കുറെ ഗ്ലിംസസ് നമുക്ക് സിനിമയിൽ സുരാജേട്ടനെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരുപാട് നല്ല രസകരമായിട്ടുള്ള എന്താ പറയുക സീൻസും കാര്യങ്ങളും വരുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ സിനിമ ഒരു ഫാൻറ്റസി ജോണറിൽ വരുന്നൊരു സിനിമയാണ്. ഫാൻറ്റസി കോമഡി എൻ്റർടൈനറാണ് എൻ്റെ ഒരു ജോണറെ പറയുവാണെങ്കിൽ. ഫാൻറ്റസി അധികം മലയാള സിനിമയിൽ വരാത്തൊരു ജോണറാണ്. അപ്പോൾ അത് നമ്മൾ ഈ പറയുന്ന ഒരു കോമഡി എന്നുള്ളൊരു പശ്ചാത്തലത്തിലാണ് ഇതിനെ മൊത്തത്തിൽ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഹൊറർ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ത്രില്ലർ മൂഡിലോ അങ്ങനെ പോലെ ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ഒരു 4 കുട്ടികളും 2 പ്രൊഫസറും വരുന്ന ഒരു ജസ്റ്റ് ഒരു ബേസിക് വൺ ലൈനിൽ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് പടക്കളം എന്ന് പറയുന്ന പടം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, തിയേറ്ററിൽ എല്ലാവരും എൻജോയ് ചെയ്ത് കാണുന്നുണ്ട്. കിട്ടുന്ന റെസ്പോൺസ് എങ്ങനെയാണ്? മീൻസ് പേഴ്സണലായിട്ട് ഫ്രണ്ട്സ് ആവട്ടെ അല്ലെങ്കിൽ ഫാമിലി ഒക്കെ കണ്ടിട്ട് എന്താ പറയുന്നത്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സിനിമ. ഈ പറയുന്ന പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ പേഴ്സണലി എൻ്റെ ഒരു അനദർ ബ്രേക്ക് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് എനിക്ക് ഇതിൽ കിട്ടിയിട്ടുള്ളത്. കുറച്ചും കൂടെ പെർഫോം ചെയ്യാൻ സ്പേസ് ഉള്ള ഒരു ക്യാരക്ടറാണ് സിനിമയിൽ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അതിനും നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ആസ് എൻ ആക്ടർ എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ബൂസ്റ്റ് തരുന്ന രീതിയിലുള്ള കോംപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഫ്രം ബിഗിനിങ് ടു എൻഡ് നിറഞ്ഞു നിൽക്കുന്ന ക്യാരക്ടറാണ്, ലീഡ് ചെയ്യുന്നത് ആളാണ്. അപ്പം ഈ ക്യാരക്ടർ കേൾക്കുമ്പോഴല്ലോ, അതായത് പലയിടത്തും ഈ ചില പർട്ടിക്കുലർ മൊമെന്റ്സ് ഉണ്ട്, നമുക്ക് സ്പോയിലർ ആയതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇന്റർവെല്ലിന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു സ്വാപ്പിങ്ങിലേക്കൊക്കെ വരുമ്പോഴുള്ള വേറൊരാളും കൂടിയായിട്ട് പെർഫോം ചെയ്യേണ്ട ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവിടേക്ക് എത്തിയപ്പോൾ ആ ഒരു മുന്നൊരുക്കം എങ്ങനെയായിരുന്നു? അത് ഈ ഷറഫിക്കയുടെ എല്ലാ ഈ 3 ക്യാരക്ടേഴ്സും ഞങ്ങൾ തമ്മിൽ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ബിഹൈൻഡ് ദ സീൻസ് ഒരു ധാരണ ആദ്യം വേണം. എന്താണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. ഇങ്ങനെ ഒരു സീനാണെങ്കിൽ എങ്ങനെയായിരിക്കും ചെയ്യുക, എങ്ങനെയായിരിക്കും നിങ്ങളാണെങ്കിൽ ചെയ്തിരിക്കുക എന്നുള്ള സംസാരങ്ങൾ നമ്മൾ ഇടയ്ക്ക് സംസാരിക്കും. അപ്പം സുരാജേട്ടനാണെങ്കിലും എന്നെ അടുത്തൊന്ന് ചോദിക്കും, എടാ നീ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പോകും, ഞാനത് കാണിച്ചു കൊടുക്കും. അപ്പം അങ്ങനെ ഒരു മ്യൂച്വൽ ഒരു കെമിസ്ട്രി ബിഹൈൻഡ് ദ സീൻ വർക്ക്ഔട്ട് ആയതുകൊണ്ടായിരിക്കാം കൂടുതലും നമുക്ക് അത് ഓൺ സ്ക്രീൻ എളുപ്പമായി വരാൻ പറ്റിയതെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ മനുവിനും കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ട്, ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ഇത്രയാണ് അതിൻ്റെ ഒരു മീറ്റർ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനുവിനും ഒരു ഐഡിയ ഉള്ള കാരണം കാര്യങ്ങൾ കുറച്ച് എളുപ്പമായിരുന്നു. ഈ കണ്ടവരും നിങ്ങൾക്ക് അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നോ? കാരണം പിന്നീട് സെക്കൻഡ് ഹാഫിലേക്കുള്ള പെർഫോമൻസിലേക്ക് വരുമ്പോൾ ആളുകൾക്ക് ഇത് കൺവിൻസ് ആവുക എന്നുള്ളത് കൂടി ഉണ്ടല്ലോ. അപ്പൊ ആ പോർഷനിലേക്ക് എത്തുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കണ്ടവര് അത് ഉൾക്കൊണ്ടിട്ടാണ് സംസാരിക്കുന്നത്. എല്ലാവരും പറയുന്നത് അതാണ്, അത് അങ്ങോട്ട് എത്തുമ്പോൾ ഭയങ്കര ഗംഭീരമായിട്ട് പെർഫോമൻസുകൾ മാറുന്നുണ്ട് എന്നുള്ള രീതിയിൽ. ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ചെയ്യുമ്പോൾ? എനിക്ക് തിയേറ്ററിൽ ഇറങ്ങുന്നതിന് മുന്നേ വരെ ടെൻഷൻ ആയിരുന്നു. സ്ക്രീനിൽ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ വർക്ക്ഔട്ട് ആവുന്നുണ്ടോ എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പടം കണ്ട് ഇറങ്ങിയപ്പോൾ എല്ലാവരും ഭയങ്കര കൺവിൻസ്ഡ് ആയിട്ടാണ് എല്ലാവരും റെസ്പോണ്ട് ചെയ്തത്. അപ്പോൾ ഒരാളെങ്കിലും അത് വർക്കായില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്കതൊരു എന്താ പറയാ അങ്ങനെയുള്ളവരുണ്ടാവാം എന്ന് ചിന്തിച്ചു. പക്ഷെ മോസ്റ്റ്ലി അങ്ങനെ ഒരു അഭിപ്രായം ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതാണ് ഈ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റഡ് പോയിന്റ് എന്നാണ് കൂടുതലും പറഞ്ഞിട്ടുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു അത് വർക്ക്ഔട്ടായി, എന്തോ ഭാഗ്യവശാൽ നന്നായിട്ട് തോന്നുന്നു. ഇതിപ്പം ഇതിന്റെ ഒരു പ്രോസസ്സിലേക്ക് വരുമ്പോഴേ, ഷൂട്ടിംഗ് പ്രോസസ്സിലേക്ക് പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിൽ ചർച്ചകൾ ചെയ്തേന്ന് പറഞ്ഞു. അല്ലെങ്കിൽ കൂടി ഡയറക്ടർ ഈ ക്യാരക്ടറൊക്കെ പറയുമ്പോൾ നിങ്ങളുടേതായ ഇൻപുട്സ് ഉണ്ടോ, അതോ അങ്ങനെ ചെയ്യണോ, അല്ലെങ്കിൽ ഡയറക്ടർ പറഞ്ഞ അതേ മീറ്റർ പിടിച്ച് ചെയ്യുക എന്നുള്ളതായിരുന്നോ? അല്ല, നമ്മുടെ ഇൻപുട്സും വേണ്ട ഒരു സിനിമയായിരുന്നു ആക്ച്വലി. കാര്യം കംപ്ലീറ്റ്ലി മെക്കാനിക്കലായിട്ടുള്ള ഒരു ക്യാരക്ടർ ചേഞ്ചും ഇന്നതൊക്കെയാണ് ന്യൂആൻസസ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു മാനറിസം എന്ന് കംപ്ലീറ്റ്ലി ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയി പോകും. അത് മാത്രം പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അപ്പം കുറച്ചും കൂടെ ഒരു കൺസ്ട്രെയിൻ ആവും. അപ്പം നമ്മൾ ഏകദേശം അവരുടെ ഒരു എസെൻസ് എടുക്കുക എന്നുള്ളതാണ് മെയിൻലി നമ്മൾ നോക്കിയിരുന്നത്. അതായത് ആ ക്യാരക്ടറിന്റെ എസെൻസുകൾ എന്താണോ അത് നമ്മുടെ രീതിയിൽ കുറച്ചും കൂടെ എങ്ങനെ പെർഫോം ചെയ്യാം
എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരുന്നൊക്കെ. പിന്നെ വേറൊരു രീതി എന്ന് പറയുവാണെങ്കിൽ ഇത് എന്താ ഇങ്ങനെ ഒരു പല സിറ്റുവേഷനിലൂടെയാണല്ലോ ക്യാരക്ടേഴ്സ് കടന്നു പോകുന്നത്. അപ്പൊ തുടക്കത്തിലുള്ള ക്യാരക്ടേഴ്സ് ഈ സിറ്റുവേഷൻസിൽ കടന്നു പോയി കഴിയുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളത് ആർക്കും അറിയത്തില്ല. അവർക്ക് എങ്ങനെയാണ് ബിഹേവ് ചെയ്യാം ഇങ്ങനെ സിറ്റുവേഷൻസിൽ കടന്നു പോകുമ്പോൾ. അപ്പൊ അതൊരു ആക്ടിങ് ഫ്രീഡം കൂടെയാണ്. അപ്പൊ ആ ഒരു ഫ്രീഡത്തിൽ നിന്ന് ഈ ഒരു എസൻസ് പുൾ ഓഫ് ചെയ്താൽ തന്നെ നമുക്ക് ഏകദേശം സേഫ് ആയിട്ടുള്ള ഒരു ലാൻഡിങ് കിട്ടും എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു പ്രീ പ്ലാനിങ്. ഈ പറഞ്ഞ ഈ ജോണർ എന്ന് പറയുന്നത് അധികാരം പരീക്ഷിക്കാത്തതാണ്. പരീക്ഷിച്ചത് ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളത് വേറൊരു ടാസ്ക് കൂടിയാണ് അല്ലെ. അപ്പൊ അങ്ങനത്തെ ഡിസ്കഷൻസ് എങ്ങനെയായിരുന്നു? ആ ഒരു മൊത്തത്തിൽ ഡയറക്ടറൊക്കെ സംസാരിക്കുമ്പോഴേ ഇങ്ങനെ ഒരു സാധനം നിങ്ങൾ എല്ലാവരും എക്സ്പെരിമെന്റലായിട്ട് ചെയ്യാൻ പോവുകയാണല്ലോ, അതിനൊരു എക്സൈറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? ഞാൻ സ്ക്രിപ്റ്റിന്റെ അടുത്ത് മനു പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം ചോദിച്ചത് കളി ഇതെങ്ങനെ പിടിക്കും, ഇതിങ്ങനെ ശരിയാക്കും എന്നുള്ള ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ മനു പറഞ്ഞതില്ല, ഷറഫിക്ക ഉണ്ട്, സുരാജേട്ടനുണ്ട്. അപ്പോൾ ഒന്ന് ആ ആക്ടേഴ്സ് നല്ല ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സാണ് എല്ലാവരും. ഇപ്പോൾ സുരാജേട്ടനൊക്കെ ആണെങ്കിലും അവര് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. പിന്നെ അവരുടെ കൂടെ പിടിച്ചു നിന്നാൽ മതി എന്നുള്ള കാര്യം. അപ്പൊ എന്റെ കാര്യം മാത്രം ഞാൻ കുറച്ച് ഫോക്കസ് ചെയ്താൽ മതി, ബാക്കി അവര് നോക്കിക്കോളൂ എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ഹാഫ് ഓഫ് ദ കാസ്റ്റ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ എന്റെ കാര്യങ്ങൾ ഞാൻ ഹോംവർക്ക് ചെയ്താൽ മതി എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മാക്സിമം എന്റെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് സെറ്റാക്കാനാണ് ശ്രമിച്ചിരുന്നത് മാക്സിമം. പൊതുവെ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴേ ഈ സെറ്റിൽ ചെന്നിട്ടുള്ള ഡയറക്ടറായിട്ടുള്ള കോൺവെർസേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ ഹോംവർക്ക് ആയിട്ട് ചെയ്തു പോകാം, മീൻസ് ആലോചിച്ച് നിൽക്കാറുണ്ടോ? ഒരു ക്യാരക്ടർ ഇങ്ങനെ പിടിക്കാം അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഇല്ല, ഇതുവരെയുള്ള സിനിമകൾ അങ്ങനെ എന്താ പറയാ ഒരുപാട് ഹോംവർക്ക് ചെയ്ത് പോകണ്ടാത്ത സിനിമകളാണ്. കാര്യം ഒരുപാട് ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്ന സിനിമ ഫാലിമി, ആലപ്പുഴ ജിംഖാന, ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു കൂടുതലും സീനിന്റെ ബിഹേവിയർ ഓറിയന്റഡ് ആണ്. ആ സീനിൽ നമ്മൾ നിന്ന് പെർഫോം ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് നമ്മൾ പ്രിപ്പയർ ആയി വരേണ്ട ക്യാരക്ടറും അതിന്റെ ആർക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. കൂടുതലും റിലേറ്റബിൾ ആവുന്ന ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുള്ള. ഫാലിമിയിലാണെങ്കിലും എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു പയ്യൻ ഞാൻ പെർഫോം ചെയ്താൽ മതി. അപ്പോൾ ആ സമയത്ത് ഈ ആക്ടേഴ്സ് എല്ലാവരും കൂടെ വരുമ്പോൾ കിട്ടുന്ന ഒരു എനർജിയും അവരെല്ലാവരും ചിലപ്പം സ്ക്രീൻ പ്ലേയിലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കില്ല അവിടെ ചെയ്യുക, പെർഫോം ചെയ്യുക. ഇപ്പം ജഗദീഷേട്ടൻ എന്തെങ്കിലും പറയും, എക്സ്ട്രാ ബേസിലേട്ടൻ എന്തെങ്കിലും പറയും. അപ്പൊ ഞാൻ പ്രിപ്പയർ ആയിട്ട് ഓവർ പ്രിപ്പയർഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഇതിവിടെ ഇല്ലല്ലോ, ഈ ഡയലോഗ് ഇവിടെ ഇല്ലല്ലോ എന്ന് ഞാൻ അങ്ങനെ ഒരു സാധനം വരും. അത് വരാൻ പാടില്ല. അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കൗണ്ടർ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചപ്പോ തന്നെ കൗണ്ടർ അടിക്കണമെങ്കിൽ നമ്മൾ ആ സീനിൽ എത്ര ഇൻവോൾവ് ആവുക എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സ് ഒന്നും അങ്ങനെ ഓവർ പ്രിപ്പയർ ചെയ്ത് വരേണ്ട കാര്യമില്ല. നമ്മൾ ആ ക്യാരക്ടറെ മനസ്സിലാക്കി ഇതാണ് അഭി രാമചന്ദ്രൻ, അല്ലെങ്കിൽ ഇതാണ് പടക്കളത്തിൽ ജിതിൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഏകദേശം, ഇത് ഇങ്ങനെയൊക്കെ സംസാരിക്കത്തുള്ളൂ, ഇത്രേ ഒരു മീറ്റർ ഉണ്ടാവുള്ളൂ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് ബാക്കി നമ്മുടെ രീതിയിൽ ആ സീനിനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ സിനിമയിലേക്ക് വന്ന ഈ പറഞ്ഞ പോലെ ഷറഫുദ്ദീനും സുരാജ്, ഈ രണ്ട് ആക്ടേഴ്സ് പ്രൂവ് ചെയ്ത ആക്ടേഴ്സ് കൂടിയാണ്. അപ്പം കമ്പാരിറ്റീവ്ലി നിങ്ങൾ തുടക്കക്കാരാണ്. അപ്പൊ ഇവരുടെ കൂടെ പിടിച്ചു നിൽക്കുക എന്നുള്ളതുണ്ടല്ലോ, ഈ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ എങ്ങനെയായിരുന്നു? മോസ്റ്റ്ലി ഇവര് കംഫർട്ടബിൾ ആക്കുന്നതുകൊണ്ടാണ് നമ്മൾ പുതിയ ആൾക്കാർ കംഫർട്ടബിൾ ആവുന്നത്. അപ്പം സുരാജേട്ടനും ഇപ്പം ഷറഫയ്ക്കാണെങ്കിലും ഇവരെല്ലാവരും ഒരുപാട് ആക്ടേഴ്സിൻ്റെ കൂടെ പെർഫോം ചെയ്ത് ശീലിച്ചവരാണ്. അപ്പോൾ അവർക്കറിയാം ഒരു പുതിയൊരാൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും നമ്മൾ കുറച്ചും കൂടെ വേറൊരു ജെൻസി എന്നൊക്കെ പറയുന്ന വേറൊരു കാറ്റഗറിയിലുള്ള പിള്ളേരാണല്ലോ നമ്മളെല്ലാവരും. അപ്പോൾ അവരുടെ കൂടെ ജെല്ലാവാൻ അവരാണ് കൂടുതൽ ശ്രമിക്കേണ്ടത്. നമുക്ക് എപ്പോഴും ഒരു ഇൻഹിബിഷൻ ഉണ്ടാവും. ഓക്കെ, സുരാജേട്ടൻ ഇങ്ങനെയൊക്കെയും അങ്ങനെയൊക്കെ ആയിരിക്കും, നമുക്കൊരു ബഹുമാനം കൊടുത്ത് നിൽക്കാന്നുള്ള. പക്ഷെ ആ ബഹുമാനത്തിൽ നമുക്ക് കെമിസ്ട്രി ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളെപ്പോഴും ഒരു പേടിയോടെ നിൽക്കും. ഐസ് ബ്രേക്കിംഗ് ചെയ്യേണ്ട നമ്മളല്ല, അവരാണ് നമുക്ക് ഐസ് ബ്രേക്ക് ചെയ്ത് തരണ്ടേ. അപ്പൊ അത് ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സുരാജേട്ടനാണെങ്കിലും നമ്മുടെ കൂടെ വന്നിട്ട് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നിന്നിട്ടില്ല. നമ്മുടെ കൂടെ ഉച്ചയ്ക്ക് മന്തി കഴിക്കാൻ പോവാ, ഫുഡ് കഴിക്കാൻ പോവാ, അങ്ങനെ രാത്രി നമ്മുടെ റൂമിൽ വരും, നമ്മളെല്ലാവരും കൂടെ പുള്ളി മിമിക്രി ഒക്കെ കാണിച്ചു തരും. അപ്പോൾ അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓൺ സ്ക്രീൻ അഭിനയിക്കുമ്പോഴും പേടി ഉണ്ടായിരുന്നില്ല. അതായിരുന്നു എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു ഹാൻഡ്ലിംഗ് ആണ് കൂടുതലും ആക്ടേഴ്സിനെ കംഫർട്ടബിൾ ആക്കിയത്. ഇപ്പൊ എൻ്റെ കൂടെ തിയേറ്ററിൽ എൻ്റെ അടുത്ത് ഈ കോളേജ് കുട്ടികളൊക്കെ ഇരുന്ന് കാണുക, അവര് ഇങ്ങനെ മറന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ഈ സീനിൽ നമ്മൾ കാണുമ്പോൾ കുറേ മൊമെന്റ്സ് ഉണ്ട് നമ്മൾ അങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്തപ്പോഴേ അത്രയും രസിച്ച് തന്നെയാണോ ചെയ്തോണ്ടിരുന്നത്? തീർച്ചയായിട്ടും. ഞാൻ ഷൂട്ട് ചെയ്തതിൽ എനിക്ക് വൺ ഓഫ് ദ ഏറ്റവും എൻജോയ് ചെയ്ത് അഭിനയിച്ച ഒരു സിനിമയാണ് പടക്കളം. അതിൽ ഒന്ന് ഞങ്ങൾ നാലുപേര് ഭയങ്കര കമ്പനിയായി. ഇതോടെ ഞങ്ങൾ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളുടെ ഇടയിൽ എല്ലാവരുടെയും വന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങള് സീന് തൊട്ട് മുന്നേ വരെ ഞങ്ങൾ ചിരിച്ച് മറിഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കും മനു വന്ന് എടാ സീനെ ചിരിക്കല്ലേ, ഷോട്ട് എടുക്കട്ടെ, ഓക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ നമ്മൾ നിന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര എൻജോയ് ചെയ്ത സെറ്റാണ്. പിന്നെ മനു ആണെങ്കിലും മനു നമ്മുടെ
സെയിം ഏജാ. അപ്പം ഒരു ഡയറക്ടർ എന്നുള്ളില്ല, അവന്റെ പുതിയ പടമാണ്, നമ്മുടെ സെയിം ഏജ് ആണ്. ഞങ്ങൾക്ക് ആ ഫ്രീഡം ഉണ്ട്, ഒരേ വൈബാ. ഞങ്ങൾക്ക് അങ്ങനെ പറയണം അത് വേണ്ട നമുക്ക് ഇത് പിടിക്കാം, അപ്പൊ ആണോ എന്നാ അങ്ങനെ പിടിച്ചു. ആ ഒരു ഇത് കാരണം തന്നെ നമുക്ക് ഭയങ്കര ഇൻപുട്സ് തരാനും എല്ലാം എളുപ്പമായിരുന്നു. ഇപ്പൊ ഫാലിമയെ കുറിച്ച് പറഞ്ഞപ്പം അത് വേറൊരു ജനറേഷന്റെ ഒപ്പമുള്ള സിനിമയായിരുന്നു. ജിംഖാന വന്നാൽ സീനിയേഴ്സ് ആണ്, നിങ്ങൾ സമപ്രായക്കാരുണ്ട്, അതേപോലെ തന്നെ ഡയറക്ട് ചെയ്യുന്ന സീനിയറാണ്. കുറെ സിനിമകൾ അദ്ദേഹത്തിന് വന്ന് എല്ലാവരും ഫാനാണ്, കാരണം അത്രയും നല്ല ഡയറക്ടർ സിനിമയാണ്. ഇതിലേക്ക് വരുമ്പോൾ വേറൊരു വൈബാണ്. ഈ 3 സിനിമകളിൽ നോക്കിയാലേ മൂന്ന് രീതിയായിരിക്കുമല്ലോ. 3ന്റെ ഓരോ മൊമെന്റ് പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും? എന്തെങ്കിലും ടേക്ക് അവേയോ അല്ലെങ്കിൽ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടൊരു മൊമെന്റോ എന്തായിരിക്കും? എല്ലാ സിനിമയിലും അതിൻ്റെതായ ഫണ്ണുണ്ട്. നമുക്കങ്ങനെ എന്താ പറയുക, ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻ്റ് ആയിട്ട് പറയാനാണെങ്കിൽ എല്ലാ സിനിമകളിലും പല ഇൻസിഡൻസ് ഉണ്ടാവും. പക്ഷെ അതിലൊരു ക്യാച്ച് എന്ന് പറയുന്നത് ഇപ്പം മാഡം പറഞ്ഞ പോലെ തന്നെ എന്താ ഫാലിമി ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്ക് ഡയറക്ടർ ടീമിനെയൊക്കെ എനിക്കറിയാം, ഓൾറെഡി എനിക്ക് പരിചയമുള്ള ആളാണ്. അപ്പം അവിടെ ഞാൻ കംഫർട്ടബിൾ ആവേണ്ട ആക്ടേഴ്സിൻ്റെ കൂടെ പെർഫോം ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അവരുടെ കൂടെ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ളായിരുന്നു ആ സമയത്ത് എൻ്റെ കൺഫ്യൂഷൻ. ജിംഖാനയിലേക്ക് വരുമ്പോൾ ആക്ടേഴ്സ് എനിക്ക് പ്രശ്നമില്ല, ആക്ടേഴ്സ് എല്ലാം നമ്മുടെ പിള്ളേരാ, നസ്ലിനാണെങ്കിൽ ലുക്കു എല്ലാവരും നമ്മുടെ കമ്പനിക്കാരാണ്. പക്ഷെ റഹ്മാൻ ക, ജിംഷിക ഇവരെ എങ്ങനെ ആ ക്രൂ ആണ് അവിടെ കുറച്ച് നിൽക്കുന്നത്. അപ്പം അവരെ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുക, അവരെ നമ്മൾ ചെയ്യുന്ന ഹോക്കി ആയിരിക്കും എന്നുള്ളതായിരുന്നു അവിടുത്തെ ഇൻഹ്യൂഷൻസ്. അല്ല ഒരിക്കലും അല്ല. അപ്പൊ ഇതൊക്കെ ഇൻഹ്യൂഷൻസ് ആണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇതെല്ലാം മാറി. അവിടെ ചെന്നപ്പോ റഹ്മാനിക്ക് എന്താ പറയാ, ഇവര് ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. റഹ്മാനിക്കാണെങ്കിലും ജിംഷിക്കാണെങ്കിലും ഫുൾ ടീമാണെങ്കിലും ഭയങ്കര ഗ്രൗണ്ടഡാണ്. നമുക്ക് ആ ഷോട്ടിന്റെ സമയത്ത് മാത്രമാണ് റഹ്മാനിക്ക ഡയറക്ടർ, അതിന്റെ അപ്പുറം നമ്മൾ ഫ്രണ്ട് ബ്രദർ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരുമിച്ച് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് നടക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. അതായിരുന്നു എനിക്ക് തോന്നുന്നു ജിംഖാന അത്ര എനർജറ്റിക് ആവാനുള്ള റീസൺ. പടക്കളം ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഒരു വൈബാണ്. സുരാജേട്ടനും ഷറഫിക്കാണെങ്കിൽ നമ്മുടെ വൈബ് തന്നെ ആയി മാറി അവിടെ വന്നപ്പോൾ. മൊത്തത്തിൽ എനിക്ക് തോന്നുന്ന ഒരു സെറ്റിലെ വൈബായിരിക്കാം എല്ലാവരും ഇഷ്ടപ്പെടുത്തുന്ന മൊമെന്റ്സ്. ഇപ്പൊ എത്രയൊക്കെ ആക്ടേഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു കംഫർട്ട് സോണിലേക്ക് കയറാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പെർഫോം ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇപ്പം എന്താ പറയാ, എന്തെങ്കിലും ഡയലോഗ് പറയുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല, ചിലപ്പോൾ ഒരു ഇത് വേണ്ട എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പുതിയൊരു സാധനം കൊണ്ടുവരാൻ പാടായിരിക്കും. അപ്പൊ ആദ്യമേ കുറച്ച് വെൽക്കമിങ് ആക്കിയിട്ട് പിന്നെ റിഫൈൻ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഓക്കെ ഫ്രീഡവും കിട്ടും, എന്നാൽ നമുക്കത് പുള്ളിയുടെ അനുസരിച്ച് മാറ്റി ചെയ്യാനും പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരെണ്ണത്തിൽ മാത്രം സ്റ്റക്കായിട്ട് അത് മാത്രം പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കും, ഇല്ലെങ്കിൽ എപ്പോൾ വേണം കട്ട് വിളിക്കാം എന്നുള്ളൊരു പേടിയിലായിരിക്കും നമ്മൾ ചെയ്യുക. അത് മാറി കിട്ടിയാൽ തന്നെ രസമായിരിക്കും, ഫ്രീ ആവും, നമുക്ക് പെർഫോം ചെയ്യാം. വേണ്ടാത്ത കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് പറയണം കൊള്ളായിരുന്നു, സാധനം എല്ലാം കൊള്ളായിരുന്നു, അത് മാത്രം ഒന്ന് മാറ്റി നമ്മൾ കംഫർട്ടബിൾ, ഒരു ഹാപ്പി. ഈ റീടേക്സ് ടെൻഷൻ ആവാറുണ്ടോ പൊതുവെ? ഇല്ല, അങ്ങനെ കാര്യമായി റീടേക്സ് വരാറില്ല അല്ലേ? അല്ല, അതുകൊണ്ടല്ല, റീടേക്സ് വരും നാച്ചുറൽ ആയിട്ട്. പല സിറ്റുവേഷൻസ് ഇപ്പൊ നമ്മുടെ പ്രശ്നങ്ങളും വരും, ടെക്നിക്കലി ഫോക്കസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റീടേക്സ് എന്തായാലും എല്ലാവർക്കും വരും. പക്ഷെ അതിൽ കംഫർട്ടബിൾ ആയി എന്ന് തോന്നുന്നു. കാര്യം അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അതെന്ന് വെച്ചാൽ 50 ടേക്ക് പോയാലും 50ാമത്തെ ടേക്കാണ് സ്ക്രീനിൽ എല്ലാവരും കാണുക. ഈ 49 നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് ഓഡിയൻസിന് അറിയണ്ട ആക്ച്വലി. അപ്പം എത്ര പോയാലും ഫൈനൽ ടേക്ക് അടിപൊളിയാക്കുക എന്നുള്ളത് മാത്രം ഇന്റൻഷൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു 50 മിനിറ്റിന്റെ നാണക്കേടൊക്കെ ഒരു മണിക്കൂർ മാറിക്കോളും, പ്രശ്നമില്ല. ഈ ഞാൻ റിപ്പീറ്റ് അടിച്ച് കാണുന്ന സിനിമ ഫാലിമി. എനിക്കൊന്നും പണ്ട് നമ്മൾ കുറെ സിനിമകൾ റിപ്പീറ്റ് വാച്ചുണ്ട്, ഇപ്പൊ പക്ഷെ അങ്ങനെ കിട്ടുന്നത് റെയർ. അതിലൊരു സിനിമയാണ് ഫാലിമി. പിന്നെ ഇപ്പൊ നമ്മുടെ വീട്ടിലെ മുതിർന്നവരൊക്കെ അവർക്കും ഇതിങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അമ്മമാരാവട്ടെ അവരൊക്കെ പിന്നെയും കാണുന്ന ഒരു സിനിമയാണത്. പ്രത്യേകിച്ച് ആ കാശിയിലേക്ക് പോയിട്ടുള്ള അതിനുശേഷമുള്ള പോർഷൻസ് ഒക്കെ ഇപ്പം ഒരു വേറൊരു തലം കൂടി സിനിമയ്ക്കുണ്ട്. എല്ലാം ഒരു കോമഡി മീറ്റർ പിടിച്ചാൽ പറയുന്നെങ്കിലും. അപ്പം ആ രീതിയിൽ ഫാലിമി എത്ര സ്പെഷ്യലാ? ഫാലിമി എന്താ പറയുക, ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഫാമിലിയുടെ കൂടെ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടില്ല. ഞാൻ കൂടുതൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഫാമിലിയുടെ കൂടെ ട്രാവൽ ചെയ്യുന്നു എന്നുള്ളൊരു ഫീല് തന്ന ഒരു സിനിമയാണ് ഫാലിമി. കാര്യം എല്ലാവരും അഭിനയിക്കുന്നത് അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ്. നമ്മൾ ട്രിപ്പ് പോകുന്നു, മൊമെന്റ്സുകൾ അങ്ങനെയാണ്. ഒരു ഫാമിലിയിൽ നടക്കാവുന്ന കാര്യങ്ങളെ ആ സിനിമയിൽ കാണിക്കുന്നുള്ളൂ. അപ്പൊ സംസാരിക്കുന്ന വാക്കുകളും അപ്പൊ ഉണ്ടാകുന്ന വഴക്കുകളും കാര്യങ്ങളാണ് സിനിമയിൽ വരുന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് കൂടുതൽ ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ എൻ്റെ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു തലമാണ് ഈ ഫാമിലിയായിട്ട് ദീർഘയാത്ര പോകാന്ന് പറയുന്നത്. ഒരുപാട് നാളുകൾ ട്രെയിനൊക്കെ കയറി 3-4 സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് പോകുന്ന ഒരു യാത്ര അധികം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ കുഞ്ഞായിരുന്നു ആ സമയത്ത്. ഇത്രയും
ഒരു എന്താ പറയാ കുറച്ച് മെച്ചുവേർഡ് ആയതിനു ശേഷം പോയ ആദ്യത്തെ ട്രിപ്പ് എന്ന് വേണേൽ നമുക്കൊരു ഫാമിലി കാണാൻ പറ്റും. അപ്പൊ എനിക്ക് തോന്നുന്നു ആ രീതിയിൽ അത് ഭയങ്കര സ്പെഷ്യലാണ് എനിക്കത്. ചെയ്ത പെർഫോമൻസുകൾ റിപ്പീറ്റ് കാണാറുണ്ടോ സിനിമകള്? അങ്ങനെ ഞാനായിട്ട് എടുത്തിട്ട് കാണാറില്ല. റീലൊക്കെ വരുമ്പോ കാണും. റീലായിട്ട് കാണുമ്പോൾ എക്സൈറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ കമന്റ്സ് വായിച്ചോണ്ട് കാണാൻ രസം. അപ്പൊ ഇങ്ങനെ കാണുമ്പോ ഈ ഡയലോഗ് കൊള്ളാലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഡയലോഗ് കൊള്ളാവോ ഒന്നുകൂടെ നോക്കും. ഓ കൊള്ളാം, അത് അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അനലൈസ് ചെയ്യാൻ റീലിലും വരുമ്പോ ഒക്കെ കാണും. അല്ലാതെ വീട്ടിലിരുന്നിട്ട് നിന്റെ സിനിമ അങ്ങനെ കണ്ടിട്ടില്ല. ഈ ഓഡിയൻസിന്റെ ഇങ്ങനെയുള്ള റെസ്പോൺസ് കേൾക്കുമ്പോഴേ അഭിപ്രായ പ്രകടനങ്ങൾ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? അതെങ്ങനെ എടുക്കാം? ചിലപ്പോ ഓവർവെൽമിങ് ആവും. ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. സിനിമയിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ച ആളാണ്. അപ്പം വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്ന കുറെ വാക്കുകളൊക്കെ ആൾക്കാർ പറയുമ്പോൾ ഒരു ഹാപ്പി ഭയങ്കര ഓവർവെൽമിങ് ആവാറുണ്ട്. ഈ വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ കേട്ടത് 8ാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോ തൊട്ടേ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ സിനിമയിൽ അഭിനയിക്കണം? ആ ഒരു റേഞ്ച് 8, 9, 10 ആ ഒരു സമയത്തൊക്കെയാണ് പറഞ്ഞത്. എങ്ങനെയാ ആ സിനിമ, അതെന്താ ഇഷ്ടം? എന്തുകൊണ്ടാണ് സിനിമയുടെ അത്ര ഇഷ്ടം? ആക്ച്വലി എനിക്കറിയില്ല. എനിക്ക് തോന്നുന്ന പണ്ട് ഈ സിനിമകൾ കാണുമ്പോൾ ഞാൻ ഇൻഫ്ലുവൻസ്ഡ് ആവാറുണ്ട്. ഇൻഫ്ലുവൻസ്ഡ് ആസ് ഇൻ ഇപ്പം ഞാൻ ഇത് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇൻഫ്ലുവൻസ്ഡ്. അങ്ങനെയല്ല, എനിക്ക് ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് അത് ആവാൻ തോന്നാറുണ്ട്. അപ്പോൾ കൊച്ചില് 3ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഈ ടീച്ചർമാർ ചോദിക്കും, എല്ലാവരും എന്നെ എപ്പിസോഡ് ചോദിക്കും ഇങ്ങനെ എന്താവണം വലുതായിട്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ സ്റ്റക്കായി. എനിക്ക് എന്താവണമെന്ന് എനിക്ക് പറയാനുള്ള ഒരു ഐഡിയ കിട്ടിയില്ല. അപ്പോൾ അന്ന് ക്ലാസ്സിൽ എല്ലാവരും കളിയാക്കി. അപ്പോൾ ടീച്ചർ പറഞ്ഞു എയിം വേണം, എയിം ഉണ്ടായാലേ ഇതാവുള്ളൂ. അപ്പോൾ എനിക്ക് അപ്പോൾ തൊട്ട് ഞാൻ എന്താവും എന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പോൾ എനിക്ക് ഈ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ഓരോ സിനിമ കാണുമ്പോൾ പോലീസാവാൻ തോന്നും, ചിലപ്പോൾ കള്ളനാവാൻ തോന്നും, അങ്ങനെ ഓരോ ഇതൊക്കെ തോന്നും. അപ്പോൾ ആഫ്റ്റർ ഓൾ ഞാൻ മനസ്സിലാക്കി എനിക്കിത് അവർ ചെയ്യുന്ന സ്വാഗാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന സ്വാഗാണ്. ഇപ്പോൾ പോലീസായിട്ട് നടന്നു വരുന്ന സ്ലോ മോഷൻ ഷോട്ടായിരിക്കും എനിക്ക് ചിലപ്പോൾ പോലീസാവാൻ തോന്നിപ്പിക്കുന്ന ഏരിയ. അതേപോലെ തന്നെ എല്ലാ രീതിയിലും. അപ്പോൾ എനിക്ക് പയ്യെ ഞാനത് വീട്ടിൽ ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. ഇങ്ങനെ അതുപോലെ നടന്ന് അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെ പയ്യെ ഞാൻ തന്നെ അമ്മ മറ്റേ വീഡിയോ ഒക്കെ എടുക്കും. അങ്ങനെയൊക്കെ ചെയ്ത് പയ്യെ സിനിമ ആയി കഴിഞ്ഞതെല്ലാം ആവാലോ, എന്ത് പ്രൊഫഷനും ആവാം. അങ്ങനെയാണ് പയ്യെ ഇതിലേക്ക് വന്നത്. പിന്നെ അഭിനയം തന്നെയായിരുന്നു അല്ലേ? അഭിനയമായിരുന്നു. അഭിനയം ചെയ്യണം എന്ന് തന്നെയായിരുന്നു. ഇപ്പോഴും VFX ഒക്കെ പഠിച്ചെങ്കിലും ആ മേഖലയിലേക്ക് അങ്ങനെ ആലോചിക്കുന്നില്ല. VFX എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. അത് പക്ഷെ ഞാൻ എടുത്തത് സിനിമ നടനായില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണി വേണം. അതെനിക്ക് ഇഷ്ടമുള്ളത് തന്നെ ആയിരിക്കണം, അത് സിനിമയിലുള്ളതായിരിക്കണം. അപ്പൊ അങ്ങനെ തെരഞ്ഞെടുത്ത അതെ എല്ലാം കൂടെ കണക്കൂട്ടി പഠിച്ച ഒരു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് തന്നെ മറ്റു ഷോർട്ട് ഫിലിമുകൾ ഞാൻ കളർ ഗ്രേഡ് ചെയ്യും, VFX ചെയ്യും. അതൊക്കെ ചെയ്ത് ചെറിയ പോക്കറ്റ് മണിക്കൊക്കെ വേണ്ടി ഞാൻ ചെയ്യുമായിരുന്നു. ഈ സിനിമ ഇത്ര ഇഷ്ടമുള്ള ഉത്തരം മനസ്സിൽ പാടായിരിക്കും, എന്നാൽ പോലും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് വാച്ചിങ് ഓഫ് ഫിലിം അല്ലെങ്കിൽ നമുക്കത് ഉള്ളിൽ ഫീൽ ചെയ്യുന്നത് ആദ്യമായൊരു തോന്നൽ അത് ഏത് സിനിമയായിരിക്കും ചിലപ്പോൾ? അതായത് ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ കുഞ്ഞിലെ കണ്ടിട്ട് ഒരു സിനിമ കണ്ടിട്ട് ആദ്യമായിട്ടുള്ള കണ്ടൊരു സിനിമ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിലുള്ളൊരു ആദ്യത്തെ സിനിമ ഉണ്ടല്ലോ, നമ്മൾ ഒരുപാട് അടുപ്പിച്ചൊരു ആദ്യത്തെ സിനിമ, അതേതായിരിക്കും? എനിക്ക് തോന്നുന്നു എൻജോയ് ചെയ്ത സിനിമ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് കണ്ട സിനിമകൾ എന്ന് പറയുന്നത് CID മൂസ ആ ഏരിയയിലുള്ള സിനിമകളാണ്. അപ്പം അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണല്ലോ നമ്മൾ ഡേ ടു ഡേ ലൈഫിലും സംസാരിക്കുന്ന ഡയലോഗുകൾ മൊത്തം ഈ സിനിമകളുടെ ഡയലോഗാണ്. അതുകൊണ്ട് എന്നെ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്ത സിനിമകൾ അതൊക്കെ ആയിരിക്കും. പഴയ ദിലീപേട്ടൻ്റെ കിലുക്കം അങ്ങനത്തെ സിനിമകളൊക്കെയാണ് വീട്ടിലെപ്പോഴും വെക്കുക. കുരങ്ങ വേണോ എന്നൊക്കെ ചോദിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മള് റിയാലിറ്റിയിലും ഡേ ടു ഡേ ലൈഫിലും എല്ലാവരോടും സംസാരിക്കുമ്പോൾ തമാശക്ക് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ സിനിമകളൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടം തോന്നാറുണ്ട്. ഇങ്ങനെ ഇത് കൊള്ളാലോ, ഭയങ്കര നാച്ചുറൽ ആണല്ലോ അവിടുത്തെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് എനിക്ക് കൂടുതൽ അങ്ങനത്തെ സിനിമകളോടും ഇഷ്ടം. എനിക്ക് ഇങ്ങനെ കട്ടുകെട്ടി ഡയലോഗുകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒന്ന് നിൽക്കുന്ന സിനിമകളോടൊരു പ്രത്യേക ഒരു ഇൻഫാക്ച്വേഷൻ ഉണ്ടെങ്കിലും എനിക്ക് ഇഷ്ടം നാച്ചുറൽ ഗോയിങ് ആയിട്ടുള്ള ലാലേട്ടനൊക്കെ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളുണ്ടല്ലോ, ചെയ്യാനും എനിക്ക് അതാ ഇഷ്ടം. ഇപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച് ചെറുപ്പം മുതലേ ആഗ്രഹിച്ച് വേറൊന്നും ആഗ്രഹിക്കാതെ അവസാനം സിനിമയിലെത്തി. ഇപ്പോൾ ഇതാ ഈ ലീഡ് റോളുകൾ ചെയ്യുന്നു, അതും ക്യാരക്ടേഴ്സ് എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം ഇനി ഈ സിനിമ നടൻ എന്നുള്ളൊരു ജേർണിയെ എങ്ങനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? നിലനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പാട്. വരാൻ വന്നതിനേക്കാൾ പാടാണ് ഈ പറയുന്ന നിലനിൽപ്പ് എന്ന് പറയുന്നത്. അത് നിലനിൽക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കേണ്ടി വരും, പല കാര്യങ്ങളും വേണമെന്ന് വെക്കേണ്ടി വരും. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് ഒരു മൈൻഡ് സ്പേസിൽ സോർട്ട് ചെയ്തെടുത്താലേ നമുക്ക് ആ ഒരു നിലനിൽപ്പ് കിട്ടുള്ളൂ എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം വന്നു തുടങ്ങിയിട്ടുണ്ട്.
അതുകൊണ്ട് അത് കറക്റ്റായിട്ട് ചെയ്തു പോകാന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം. സിനിമയിൽ ഒരു പക്ഷേ കൂടുതൽ സൗഹൃദം അടുപ്പോ അങ്ങനെയുള്ളവരോടൊക്കെ ഇത്തരം കാര്യങ്ങൾ പ്രൊഫഷണൽ അഡ്വൈസസ് എടുക്കാറുണ്ടോ? ഒരു ഭയങ്കര മൈൻഡ് ഫോഗ് വരുന്ന സാഹചര്യങ്ങളിൽ ഞാൻ സംസാരിക്കാറുണ്ട്. ഇങ്ങനെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളല്ല, ഏത് സ്ക്രിപ്റ്റ് എടുക്കണം അങ്ങനെയൊന്നും ചോദിക്കാൻ നമുക്ക് പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ പ്ലേ എല്ലാവർക്കും ഓരോന്ന് ഇഷ്ടം, ഓരോരുത്തരുടെ ടേസ്റ്റാണ്. നമുക്ക് ഒരിക്കലും അതൊരാളോട് ചോദിച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഒരു സിനിമയിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പല രീതിയിലുള്ള സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോകുമല്ലോ, പല സിനാരിയോസിലൂടെ കടന്നു പോകും. അപ്പോൾ ആ സിനാരിയോസിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളായിരിക്കാം കൂടുതൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് ഹെൽപ്പ് ചെയ്യാൻ എന്തായാലും സീനിയർ ആക്ടേഴ്സ് ഇപ്പം പറയുവാണെങ്കിൽ തന്നെ ഇപ്പോൾ ബേസിലേട്ടനോട് ഞാൻ വിളിച്ച് സംസാരിക്കാറുണ്ട്, മനുഷ്യച്ചോട് സംസാരിക്കാറുണ്ട്. ബാക്കി ക്യാരക്ടർ ജിംഖാനാണെങ്കിലും നസ്ലിനോട് ലുക്കിനോട് എല്ലാവരോടും സംസാരിക്കാറുണ്ട്. അവരും എല്ലാം നമ്മളെപ്പോലെ വന്ന ആൾക്കാരാണ്. അപ്പം എല്ലാവരുടെ അടുത്തൊന്നും എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടിപ്പ് കിട്ടാറുണ്ട്. നമ്മളിങ്ങനെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാറുള്ളൂ, അങ്ങനെ എനിക്കൊരു ടിപ്പ് തരാമോ എന്ന് സംസാരിക്കുന്നതല്ല. അത് നാച്ചുറലി ആയിട്ട് ഇങ്ങനെ ഒരു പരിപാടി വരുമ്പോൾ എന്താ നീ ചെയ്തേ ചോദിക്കുമ്പോൾ നമുക്ക് ആ ഒരു കോൺവെർസേഷനിൽ നമുക്ക് നമ്മളെ തന്നെ ഗ്രോ ആവുന്ന സ്ഥാനത്തിലേക്ക് എത്തും. ഈ സ്ക്രിപ്റ്റ് ഒക്കെ സ്വന്തമായിട്ട് തന്നെ സെലക്ട് ചെയ്യാം അല്ലേ? ഈ അങ്ങോട്ട് ചാൻസ് ചോദിക്കുക അത്തരം പരിപാടികളുണ്ടോ? പിന്നെ സജീവമായിട്ടുണ്ട്. നല്ല സിനിമകൾ കാണുമ്പോൾ ഞാൻ ഡയറക്ടേഴ്സിന് മെസ്സേജ് അയക്കും, വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, മെസ്സേജ് അയക്കും. അവരെപ്പോഴെങ്കിലും ആലോചിക്കുമല്ലോ. ഈ ജിംഖാനയ്ക്ക് വേണ്ടി ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നല്ലോ. ഈ പലരും ഇപ്പം ജിംഷിയൊക്കെ ബോക്സിങ് ചെയ്യുന്നുണ്ട്, പലർക്കും അതിനോട് ഭയങ്കര ഫാസിനേഷൻ കൂടി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നോ? അതിനുശേഷം ശേഷം നല്ല ഇഷ്ടപ്പെട്ടു. മുന്നേ ഒരു താല്പര്യമില്ലായിരുന്നു. എനിക്ക് മേലെനിക്ക് പണിയെടുക്കുന്നതോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളെ. പക്ഷെ ഇത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓക്കെ ഇത് കൊള്ളാം. ആ ഒരു കിട്ടുന്ന ഒരു അഡ്രിനാലിനും ഒരു കോൺഫിഡൻസും ഒക്കെ എനിക്ക് അതിനു മുന്നേ കിട്ടിയിട്ടില്ല. നമ്മൾ ഒരു അത്യാവശ്യം ഹെൽത്തി ആയിട്ട് കഴിച്ച് നമ്മൾ ഫിസിക്കലി ആക്റ്റീവായിട്ട് നിന്ന് അങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര മനസ്സിനൊരു കോൺഫിഡൻസ് കിട്ടും, ഭയങ്കര കോൺഫിഡൻസ് കിട്ടും. പിന്നെ ബോക്സിങ് അതിന്റെ ഭയങ്കര ആഡ് ഓണാ. കാര്യം ഒരാൾ ഇടിച്ചിടാൻ നമുക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വരുമ്പോൾ തന്നെ നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ ഹാപ്പിയാവും. അതൊരു കിക്കാ, ആക്ച്വലി ഒരു ഹൈ പോയിന്റ് ആണ്. അത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്, ഇനിയും ചെയ്യണം. ഇപ്പൊ കിഷ്കിന്ധകാണ്ഡത്തിന്റെ ടീമിന്റെ അടുത്ത സിനിമയിലും സന്ദീപ് ഉണ്ടെന്ന് കേട്ടോ, ലീഡാണോ അതില്? ഒരു ലീഡ് ക്യാരക്ടറാണ്. അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ ആയിട്ടുണ്ടോ? ഒന്നും പറയാൻ എന്നെ അനുവാദം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഒരുപാട് പറഞ്ഞു കേട്ടോ. അത് ഇപ്പൊ ഒന്നും പറയണ്ട എന്നുള്ളതാണ്. ഒരു ഷൂട്ട് തുടങ്ങി. ഷൂട്ട് ഇപ്പൊ ഏകദേശം ഒരു 1 വീക്കായി സിനിമ സ്റ്റാർട്ട് ചെയ്തു. സെയിം ടീമാണ് ചെയ്യുന്നത്. കിഷ്കിന്ധകാണ്ഡത്തിന്റെ മൊത്തം സെയിം ടീം തന്നെ അവർ ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയാണ് ഈ പറയുന്ന സിനിമ എന്ന് പറയുന്നത്. വേറെ ഏതെങ്കിലും പ്രോജക്റ്റുകളുണ്ടോ വഴിയിൽ? ഡിസ്കഷൻസും നടക്കുന്നുള്ളൂ, അങ്ങനെ അനൗൺസ്മെന്റ് ഇതിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പൊ ചെയ്യുന്നത് ഇതാണ് അല്ലേ? ഇപ്പൊ ചെയ്യുന്നത് ഇതാണ്. ഓക്കെ, അപ്പൊ പടക്കളം കാണാത്തവർ കാണട്ടെ. എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് വിശ്വാസം. ഫാമിലിയായി കുട്ടികളായിട്ട് എല്ലാവരും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ വലിയ ഹിറ്റ് ആവട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. വരാനുള്ള സിനിമകൾക്കും എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്.